എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ അടിപൊളി ഒരു മുട്ട മപ്പാസാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ എടുക്കുന്നത് 2 സവോള അരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 15 ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ സവോളയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി കടുക് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് അതിൽ തന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സവോള നല്ലൊരു ഗോൾഡ് കളർ ആകുവോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ കറിയിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടി നമുക്കിതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയ്ക്ക് നല്ലൊരു ഗോൾഡ് കളറായിട്ടുണ്ട്. ഈ ഒരു പരുവം വരെയാണ് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മസാലയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവായി കഴിഞ്ഞാൽ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയെല്ലാം മൂത്തതിന് ശേഷമാണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ചിക്കൻ മസാല മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം പോവും. നമുക്ക് അതേപടി അതിൻ്റെ ഫ്ലേവർ എല്ലാം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. നമ്മുടെ മസാല അങ്ങനെ പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2ാം പാലാണ്. 2ാം പാലിലാണ് നമ്മളിനി ചാറാക്കാൻ പോകുന്നത്. ഈ 2ാം പാലിൽ തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചും കൂടി എടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ചെറുതായിട്ട് നമ്മുടെ കറി തിളച്ച് വരുന്ന സമയത്ത് തന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി കിടന്ന് കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മുട്ടയിലും കൂടി മസാലയെല്ലാം ഒന്ന് പിടിച്ചോളും. മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മസാലയെല്ലാം മുട്ടയുടെ മേതെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കൊടുത്താൽ തന്നെ നമ്മുടെ കറി നന്നായിട്ട് കൊഴുത്തു വരും. ഇനി നമുക്ക് ഈ കറി ഒരുപാട് തിളപ്പിക്കേണ്ട. 1ാം പാല് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായാൽ തന്നെ നമുക്ക് കറി വാങ്ങാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി കറി അടുപ്പത്തുനിന്നൊന്ന് വാങ്ങാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മപ്പാസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ കൂടി ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.